ആണല്ലോ. ഇന്നത്തെ പത്രം കണ്ട അകത്തെങ്ങാനും ഉണ്ടാവും. ആ മേശപ്പുറത്ത് എവിടെയായിരുന്നു നോക്കി അമ്മവാ. കണ്ടോണ്ടങ്ങ് ചിരിക്കല്ലേ പെണ്ണേ, നീ ഇന്നു ചിരിക്കല്ലേ ക്ലീറ്റ പുറത്തോട്ട് പോയി. അത് ശരി. അപ്പൊ ഈ പത്രം കൊടുന്ന് ഇവിടെ ഇട്ടിട്ട് അവൻ പുറത്തേക്ക് പോവാ? അതോ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കൊടുന്നുണ്ടേ? ഇത് കനകരണ പത്രല്ലേ? അല്ലെങ്കിൽ പോലീസ് പിടിക്കോ? പോലീസ് പിടിക്കൊന്നല്ല, ഒരു ഉത്തരവാദിത്തമാണ്. ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് എടുത്താൽ അത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത വേണം. മനസ്സില്ല. എന്റെ ആങ്ങളുടെ പത്രം ഒന്ന് ഇവിടെ ഇരുന്നോർത്തപ്പോ എന്താ പറ്റുന്നത്? അമ്മാവന് വായിക്കാനാണെങ്കിൽ അവിടെ വന്ന് വായിച്ചാൽ മതി. എല്ലാ ദിവസം പത്രം വായിച്ചില്ലെങ്കിൽ എന്താ ചത്തു പോവോ? എടി അന്നത്തെ കാര്യം അറിയാൻ പത്രം വായിക്കണം. എന്തെങ്കിലും വായിക്കാനാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു പത്രം പറ്റിയാ പോരെ? ഞാനൊന്നും വായിക്കാറില്ലല്ലോ. എന്തുവാ സാരി നോക്കി. ഇത്രയും ചെറിയ ഫോണിന്റെ ഉള്ളിൽ ഇത്ര തോന്നെ സാരി. അമ്മാവൻ എന്തിനാ ഇപ്പൊ ഇതൊക്കെ നോക്കണത്? ഇത് നല്ല പിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്. നാത്തൂനെ മറ്റേ കുഞ്ഞമ്മയുടെ വീടിന്റെ പെരവാസ്തോലി അല്ലേ അടുത്ത ആഴ്ച? അപ്പൊ അതിന് പോവാനായിട്ട് ഞാൻ എന്തായാലും ഒരെണ്ണം ബുക്ക് ചെയ്യാൻ പോവാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതും കൂടി ബുക്ക് ചെയ്ത്. അതും പഴയത് ഏതെങ്കിലും എടുത്തോണ്ട് വന്നാൽ മതി. ഞാൻ എന്തായാലും പുതിയതെടുക്കും. അതിനാ ഞാൻ പഴയത് കൊടുക്കണം, നീ പുതിയത് കൊടുക്കണം? എന്തിനാ? നാത്തൂൻ അവിടെ നടിപ്പോ ആരും ശ്രദ്ധിക്കാനേ, എന്നെ എല്ലാരും നോക്കത്തില്ലേ? ശ്രദ്ധിക്കില്ലേ? പ്രമുഖന്റെ ഭാര്യ ഞാൻ, എന്നെ ശ്രദ്ധിക്കൂലേ ആരും? നിന്നെ ആരും ശ്രദ്ധിക്കാനാ? നീ ചുക്കിനും ചുണ്ണാമ്പിനൊക്കെ അവിടെ കിടക്കുന്ന ആള്, നിനക്ക് ഒരു വിലയില്ല അവിടെ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ കാണാത്ത എത്ര പേരുണ്ടെന്ന് അറിയാവോ? കല്യാണം കഴിഞ്ഞപ്പോ നീ ആവിയായി പോയോ? ഒരുമാതിരി അഹങ്കാര വർത്താനം പറയല്ലേ ചമന്തി. ഈ വീട്ടിൽ നിന്ന് അങ്ങനെ പതിവൊന്നുമില്ല. രണ്ടാളും ഒരേപോലത്തെ സാരി ഉടുക്കുക, കടയിൽ പോയിട്ട് ഓരോന്ന് മേടിക്കും. പിന്നെ ഒരേപോലത്തെ ഉടുത്തു പോവാൻ ഞങ്ങൾ നേരട്ടകളാ. എടി ഒരു വീട്ടിൽ നിന്ന് പോകുമ്പോ ഒരു ഒരുമുള്ളത് നാട്ടുകാരെ അറിഞ്ഞോട്ടെ. എന്റെ അമ്മാവ ഇപ്പൊ നമ്മള് കടയിൽ പോയിട്ട് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വീട്ടിലിരുന്നോണ്ട് ഫോണിൽ കൂടെ ഓർഡർ ചെയ്യാം. എടി കടയിൽ പോയിട്ട് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ വല്ല ഡാമേജ് ഉണ്ടാവേ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി മേടിക്കാം. ഈ ഫോണിൽ കൂടെ ഓർഡർ ചെയ്ത് വരുത്തിച്ചാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഇതിലും അങ്ങനെ തന്നെയാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കീറിയതൊക്കെ ആണെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാം. ഈ അമ്മാവ ഇത് പണ്ടത്തെ കാലമൊന്നും അല്ല. ഇതിപ്പോ അവൻ സമ്മതിക്കണ്ടേ മോളെ? അവൻ സമ്മതിക്കൊന്നുമില്ല ഇത് മേടിക്കാൻ. ഒന്ന് ചോദിച്ചു നോക്കാലോ. നാത്തൂന് ഏതെങ്കിലും ഒരു എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഭർത്താക്കന്മാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. നിനക്ക് ഇപ്പൊ ഈ സാരി അവനെ കൊണ്ട് മേടിപ്പിക്കേണ്ട കാര്യം? നാത്തൂനെ ഇത് കുശുമ്പാണ്. എന്റെ കുഞ്ഞമ്മയുടെ പെരവാസ്തോലിക്ക് എങ്ങനെ പോണെന്ന് ഞാൻ തീരുമാനിക്കും. അയ്യോ, ഞാൻ തീരുമാനിക്കും. എന്റെ അങ്ങയുടെ കാശ് കളയാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ സാധനം ഞാൻ കളഞ്ഞോളാം. ഞാൻ ഇഷ്ടമുള്ളത് ഞാൻ സെലക്ട്. അവൻ സമ്മതിക്കൂല മോളെ, ആഗ്രഹിക്കണതാ. എടി അവിടെ പോയിട്ട് ചോദിക്കാൻ നിൽക്കല്ലേ, അവൻ പോവാൻ നിൽക്കാണ്. ഇനി വെറുതെ ദേഷ്യപ്പെടുപ്പിക്കാൻ ചോദിച്ചാലും ഒരു കാര്യമില്ല, അവൻ സമ്മതിക്കൂല. എന്റെ ആങ്ങളല്ലേ മോൻ. ഇപ്പൊ കണ്ടോ? പിന്നല്ല, അവനെ നല്ല ആങ്കൊച്ച. അല്ലാതെ അവളുടെ മകനാവൻ പെണ്ണുങ്ങൾ കണ്ണലിച്ച് കാണിച്ചാലൊന്നും അവൻ വീഴില്ല. അവിടെ കുറെ പല്ലിളിക്കുമ്പോ അവനെല്ലാം സമ്മതിക്കുന്ന അവളുടെ വിചാരം. കാശ് എങ്ങനെ ചെലവാക്കണം എന്ന് അവനറിയേ. ഒന്നാമത്തെ പെണ്ണുങ്ങൾ കുടുംബത്തിന്റെ ചെലവ് മനസ്സിലാക്കിയിട്ട് നീ ജന്തുക്കള് നന്നാവൂല. അവരത് പെരുമാറുകയുമില്ല. അല്ലെങ്കിൽ എന്നെ പോലെ ആരെങ്കിലും ആയിരിക്കണം. ഇതപ്പൊ 100 സൗകര്യങ്ങളല്ലേ. ഓൺലൈൻ കുത്തി കഴിഞ്ഞാൽ സാരി വരുന്നു. സാരി മാത്രല്ലടി, ഇപ്പൊ ഭക്ഷണം വരെ ഓർഡർ ചെയ്താൽ വീട്ടിലെ കൊണ്ടു കൊടുക്കാത്ത. അതന്നെ. അതപ്പോ മേലെ കണ്ടല്ലോ നീ. ഇനിയിപ്പോ അവളെ ഇനി അടുത്ത ചെയ്യും ഇനി അതിനാവും. എനിക്കറിയാം അവന്റെ മരുവനെ. അവൻ ഇപ്പൊ കണ്ണിറുക്കി കാണിച്ചില്ല. മേടിച്ചോളാൻ പറഞ്ഞു. ഏട്ടൻ പറയോ കൊറേ നാളായില്ലേ ഒരു സാരി എടുത്തു വന്നിട്ട്, എന്തായാലും പെരവാസ്തോലിക്ക് പോകണ്ടല്ലേ, പുതിയത് ഇട്ട് തന്നെ പോയിക്കോന്ന് പറഞ്ഞു. നിനക്ക് മാത്രം മേടിക്കാന്ന് പറഞ്ഞല്ലേ? പിന്നെ ഏട്ടൻ എനിക്ക് മാത്രമല്ലേ? എന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. നാത്തൂന് വേണമെങ്കിൽ ക്ലീറ്റോച്ചേട്ടനോട് പറയുന്നേ. അതെന്താ എന്റെ ആങ്ങളെ മേടിച്ചാന്ന് എനിക്ക് കൊടുക്കാൻ പറ്റൂല? ആങ്ങളെല്ലാം എപ്പോഴും മേടിച്ചു തന്നത്. ഒരെണ്ണമെങ്കിലും ക്ലീറ്റോച്ചേട്ടനോട് എടുത്തു തരാൻ പറ. ഇങ്ങോട്ട് വന്നേ, ഒന്ന് സെലക്ട് ചെയ്ത് തന്നേ. എനിക്ക് മനസ്സില്ല സെലക്ട് ചെയ്യാനായിട്ട്. ഞാൻ തന്നെ സെലക്ട് ചെയ്തോ. കണ്ടമ്മ എന്തൊരു കുശുമ്പാ നോക്ക്. ഒരെണ്ണം എനിക്കും കൂടി മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിലെ വള ഊരി പോവോ? അതെന്തിനാ അവൻ മേടിച്ചേരുന്നേ? അവള് പറഞ്ഞാലും കാര്യമില്ലേ? നമുക്ക് കെട്ടിയല്ലേ, നീ അവനോട് പറയും. കനകന അവളുടെയും കുട്ടിയുടെ കാര്യം നോക്കണ്ടേ? എന്നാലും അവനൊരു പെൺകൊന്തനാട്ടോ. പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് അതിൽ വീണിട്ട് ഭാര്യ. അതാ ഞാൻ പറഞ്ഞത്. അമ്മാവനൊരു കാര്യം ചെയ്യും, അമ്മാവന്റെ ഫോണൊന്നും എടുത്തിട്ട് വന്നേ. എന്തിനാ? അതിനകത്തുണ്ട് സാരി. അതിൽ ബുക്ക് ചെയ്യാനോ? എന്റെ ഫോണിൽ ബുക്ക് ചെയ്തിട്ട് ഞാൻ കാശ് കൊടുക്കുക. നടന്ന തന്നെ അങ്ങനെയൊന്നും കാശ് അനാവശ്യമായിട്ട് ചെലവാക്കാനുള്ളതല്ല കേട്ടാ. അപ്പൊ ഞാൻ പുതിയ സാരി ഉടുക്കണ്ടേ? അവളൊക്കെ പുതിയത് ഉടുത്തോണ്ട് പോകുമ്പോ ഞാൻ ഈ പഴയ പന്നാക്ക് സാരി ഉടുത്തോണ്ട് പോണു. ആരും കാണാത്ത സാരി ഉടുത്താ പോരെ? ചേച്ചിയുടെ അടുത്ത് അലമാരല്ലേ മറ്റേ പഴയ സാരി ഉണ്ടാവും, ആരും കാണാത്ത. അത് ഉടുത്തിട്ട് പോയാൽ കേട്ടാ.
പതുക്കെ അടിക്കടി പൊടി പാർന്നു. എന്ത് കാര്യത്തിന് ഇവിടെ ഇരിക്കണത്? ആട്ടി കൊള്ളു കേട്ടോ. ഈ ഓടി കളിച്ചിട്ട് അവിടെ ഇവിടെ വീണിട്ടുണ്ടെങ്കിൽ എഴുന്നേപ്പിച്ച് ഞാൻ 2 വീക്കും കൂടി തരും ഞാൻ. എന്തോന്ന് പണിയെടുക്കണത്? അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടെങ്കിലും പോ. ഒരു പണിയില്ലാതെ ഇങ്ങനെ വന്നിരിക്കുക. കാലം കൂടെ മാറ്റമാവാ. തങ്കം, ഒരു ചായ എടുത്താടി. കുട്ടി ഒരു ചായ എടുക്കടി. വേണ്ട, ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തോളാം.